Hi all, welcome to my YouTube channel, Work with Tendi Chandran. Around ഒരു 2 months ആയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ട്. സോറി, പക്ഷെ ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പോൾ എന്തായാലും ഇടുമ്പോൾ എന്തായാലും നല്ലൊരു കോണ്ടന്റുമായിട്ട് എനിക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ കോണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒപ്പം വേറൊരു ആളും കൂടിയുണ്ട്, ഒരു സ്പെഷ്യൽ പേഴ്സൺ. ഞാൻ പുള്ളിയുടെ ഭയങ്കര കടുത്ത ആരാധികയാണ്. വേറെ ആരുമല്ല, നമ്മളെ മെന്റലിസ്റ്റ് അർജുൻ. അമ്മയും അനിയത്തിയും ഒക്കെ ഈ വീഡിയോയിലുണ്ട്. അവരോട് ആരോടും ഞാൻ ഇൻഫോം ചെയ്തിട്ടില്ല, അർജുൻ വന്ന കാര്യമൊന്നും ഇൻഫോം ചെയ്തിട്ടില്ല. അപ്പോൾ വീട്ടിൽ ചെന്ന് അവരോട് പറഞ്ഞ് ഓക്കെ ആക്കിയിട്ട് വേണം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഭയങ്കര എക്സൈറ്റഡും ത്രില്ഡും ഒക്കെ ആയിരുന്നു. അന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് മെന്റലിസം എന്താണെന്ന് കൂടെ അറിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയാലോ. മെന്റലിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാജിക്കിൻ്റെ സബ് കാറ്റഗറി കൂടിയാണ്. വെറുതെ ഒരു ട്രിക്സ് മാത്രമല്ല അവർ യൂസ് ചെയ്യുന്നത്. സൈക്കോളജി, ഹിപ്നോട്ടിസവും മൈക്രോ എക്സ്പ്രഷനും ഒക്കെ കൂടി ചേർന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ഒരുപാട് വർഷങ്ങളെടുത്ത് പഠിച്ചിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അർജുൻ്റെ ആണെങ്കിലും മെന്റലിസ്റ്റ് ആദ്യത്തെ ആണെങ്കിലും വീഡിയോസിൽ താഴെ കമൻറ്റ് ഇട്ട് കണ്ടിട്ടുണ്ട്. ഇത് വെറുതെയാണ്, അത് ആൾക്കാരെ പറ്റിക്കാനുള്ള എന്തൊക്കെയൊക്കെ ചെയ്യുന്നു, അഭിനയിക്കുകയാണ്. അങ്ങനെയൊന്നും അവരുടെ ആ ഒരു ഹാർഡ് വർക്കിനെ നമ്മളെപ്പോഴും നമ്മൾ കളിയാക്കരുത്, നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പോൾ റെഡിയല്ലേ? നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്കൊരു കാര്യം അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. സോ ബിഫോർ ദാറ്റ് അഗൈൻ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുണ്ട്. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നൊരു കാര്യം എന്താണ്? ഇൻ ലൈഫ് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു? ജീവിക്കണം, അതാണല്ലോ ഭയങ്കര പ്രഷ്യസ് എന്ന് പറയാനൊരു കാര്യം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ആൻ ആൻസർ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആയിരിക്കും. അതാണ് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ലൈഫിലെ. ഓക്കെ, ബട്ട് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയട്ടെ. ഐ തിങ്ക് ടൈം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ബിക്കോസ് വൺസ് ആ ടൈം പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും തിരിച്ചു പോകാൻ പറ്റത്തില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഓൾവേസ് ദെയർ, കഴിഞ്ഞത് തന്നെ അല്ലേ. സോ ടൈമിനെ കുറിച്ച് പറയുന്ന സമയത്ത് ദർ ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് തിയറി, ടൈം ട്രാവൽ എന്ന് പറയുന്നൊരു തിയറി. ഞാനൊരു ടൈം ട്രാവലർ ആണെന്നൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പുള്ളിക്കാരെ വിശ്വസിക്കാന്ന് പറയുന്നത്. പക്ഷെ അവിടെ കൂടിയോ മാം, നിനക്ക് പറഞ്ഞ് വിശ്വസിക്കും ഞാൻ ടൈം ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു? വിശ്വസിക്കും. അങ്ങനെ അവിടെ കൂടിയോ? ഓക്കെ, ഒരാളാണ് നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നത്. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് കൂൾ. ബട്ട് അഗൈൻ ടോക്കിംഗ് അബൌട്ട് ടൈം, നമുക്ക് ടൈമിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം സം അറൗണ്ട് 3:55 അല്ലേ. നമ്മൾ ജസ്റ്റ് ഈ ഒരു ടൈമിനെ ചുമ്മാ നമ്മളിങ്ങനെ എടുത്തിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നാൽ ഇറ്റ് ചേഞ്ചസ് ടു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ടൈമിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യും, ജസ്റ്റ് കം ക്ലോസ്. നമ്മൾ റാൻഡായിട്ടൊരു ടൈം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകണം. ഓക്കെ, ഫോർ ദാറ്റ് ഞാൻ ജസ്റ്റ് ഈ വാച്ചിങ്ങിനെ കയ്യിൽ തരാം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും കാണിക്കേണ്ട, നോക്കുകയും വേണ്ട. ഈ ഡയൽ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കും. ഒന്ന് തിരിച്ചുകൊണ്ടിരിക്കാവോ? ഡോണ്ട് ലുക്ക് അറ്റ് ദ ടൈം നോ. കാരണം അതിനുശേഷം കംപ്ലീറ്റ്ലി റാൻഡായിട്ടൊരു ടൈം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അത് ഓക്കെ, ഇങ്ങനെ താഴ്ത്തിയിട്ട് വെച്ച് ചെയ്തോ. ദാറ്റ് മീൻസ് ആർക്കും അപ്പം അറിയാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ അപ്പ് ഡൗൺ, സോ ദാറ്റ് ആർക്കും ഒരു ഐഡിയ ഉണ്ടാവരുത്. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്ലി റാൻഡം. വൺസ് ഹാപ്പി ആവുന്ന സമയത്ത് ഒന്ന് അകത്തേക്ക് ഇങ്ങനെ ഡയൽ പുഷ് ചെയ്യാവോ? പുഷ് ഇറ്റ്. യു ഹാപ്പി? നൗ സി, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഞാനല്ല, പുള്ളിക്കാരിയാണ് അത് ചെയ്തത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഹാഡ് നോ കൺട്രോൾ ഓവർ ദാറ്റ് അല്ലേ. റൈറ്റ്, വാട്ട് ഇഫ് ഐ ടെൽ യു എക്സാക്ട്ലി ആ സമയം എനിക്ക് ഓൾറെഡി അറിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് അല്ലേ. ആൻഡ് ഞാൻ കാണിക്കട്ടെ, ക്യാമറ കാണിക്കട്ടെ. ഓക്കെ, 2:50 എക്സാക്ട്ലി റൈറ്റ്. 2:50 കറക്റ്റ് അല്ലേ മാം? റൈറ്റ്. ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഐ ഹാഡ് നോ കൺട്രോൾ റൈറ്റ്. ഓൾസോ ചിലപ്പോൾ ടൈം ആവുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു കോയിൻസിഡൻസ് ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് മാം പ്രത്യേകിച്ച് മാം വിചാരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഈ കോൺവെർസേഷനൊക്കെ ഞാൻ ടൈം ട്രാവൽ ചെയ്യുന്ന സമയത്ത് കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട് ഐ തോട്ട് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് വാട്ട് അബൌട്ട് നമ്പേഴ്സ്. ഓക്കെ, സോ നിങ്ങൾ 3 പേരും കൂടെ ചേർന്നിട്ട് കുറച്ച് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. സി, വാട്ട് എവർ യു ഫീൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് ആയിരിക്കണം പറയേണ്ടത്. ഓക്കെ മാം, ഗോട്ട് ഇറ്റ്. സോ നമുക്ക് ഫസ്റ്റ് മാമിൻ്റെ അടുത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ. സോ മാം പറയുന്ന നമ്പേഴ്സ് ഞാൻ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. സോ മാം ഫസ്റ്റ് നമ്പർ പറയാമോ? 9 അല്ലേ, പുള്ളിക്കാരി പറഞ്ഞത് 9 ആണ്. ഐ വിൽ റൈറ്റ് ഡൗൺ 9, 09 എന്ന് എഴുതുവാണേ. ഓക്കെ, ഒരു നമ്പർ പറയാമോ? 20. ഓക്കെ, 20 ഞാൻ എഴുതുവാണേ. You said 8. Okay.
സോ ഇപ്പം നിങ്ങൾ ഒരു 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തു റൈറ്റ്. നമ്മളിത് ഒരു തവണ കൂടെ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, 1 more time. സോ ദിസ് ടൈം ഐ വിൽ സ്റ്റാർട്ട് വിത്ത് യു. ഓക്കെ, ഒന്ന് പറയാമോ? വേറെ നമ്പർ അല്ലേ? 21. 21. ഓക്കെ, ആൻഡ് ഇവിടെ 18. 18 അല്ലേ? 18. നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 നമ്പേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. 9, 20, 8, 21, 18. 1 ഫൈനൽ നമ്പർ ഇവിടെ നമുക്ക് ആവശ്യമാണ് മാം. 7. ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 7, റൈറ്റ്? ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി റാൻഡം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ജസ്റ്റ് പോപ്പപ്പ് ആയ നമ്പേഴ്സ് ആണ്, റൈറ്റ്? ഓക്കെ, സോ ഐ ന്യൂ ദിസ് ബിഫോർ. ഐ ന്യൂ ദിസ്. നിങ്ങൾ ഈ നമ്പേഴ്സ് ആണ് പറയാൻ പോകുന്നത് കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. സോ ഷുവർ. അല്ല, പക്ഷെ ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു പോസിബിലിറ്റി ആലോചിച്ച് നോക്കിയാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഐ കാൺ ഡു ഇറ്റ് അൺലെസ് ആൻഡ് അൺടിൽ ഞാൻ ടൈം ട്രാവൽ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ഡു യു ബിലീവ് ടൈം ട്രാവൽ? എന്ത് ചെയ്താലും സമ്മതിക്കുന്നതാണ് പോസിബിൾ അല്ല എന്നാണല്ലോ. കാരണം എന്താ, എനിക്കറിയാം, ഐ അണ്ടർസ്റ്റാൻഡ്. ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതിന് സയന്റിഫിക് ആയിട്ടുള്ള പ്രൂഫ്സ് എവിഡൻസസ് ഒന്നും കാണിച്ചിട്ടുണ്ടായില്ല, റൈറ്റ്? സോ ദാറ്റ് മീൻസ് അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അത് വിശ്വസിക്കണമെന്നില്ല. That's why I have something with me. This is my wallet. Actually, ഇതിനകത്ത് ഞാൻ ഇവിടെയൊക്കെ വരുന്നതിന് മുന്നേ ആയിട്ട് ഐ wrote a thing in പേപ്പറിൽ ഞാനൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ആൻഡ് 250 റാൻഡം ആയിട്ട് ചൂസ് ചെയ്തല്ലേ? ഇതൊന്ന് വായിച്ചു നോക്കാവോ? 250. മൊത്തത്തിൽ വായിക്കാവോ? You will choose 250. You will choose 250. Exactly, you will. ഒന്ന് closer ആവോ, so that you can also see exactly. Ayo. You will choose 250. Right. Ma'am, ആലോചിച്ച് നോക്കേ, ഇതൊരിക്കലും പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല, റൈറ്റ്? ബട്ട് ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ പേപ്പർ ആക്ച്വലി. ഇൻഫാക്ട് ഇത് 2003 എൻ്റെ കൂട്ടുകാരൻ എനിക്ക് ന്യൂയോർക്കിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ലോട്ടറി ടിക്കറ്റാണ്. അന്ന് അവൻ ഇതിന് ഈ കൈ തരുമ്പോൾ അവനത് വിൻ ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ നമ്പേഴ്സ് ഞങ്ങൾ നോക്കിയിരുന്നിട്ട് ഞങ്ങൾക്ക് ഒരു കണക്ഷനും ഫീൽ ചെയ്തില്ല. ബട്ട് 2024 ഞാൻ ടൈം ട്രാവൽ ചെയ്ത് ഈ ഒരു മൊമെന്റ് ഞാൻ കണ്ട സമയത്ത് ആ മൊമെന്റിലാണ് എനിക്കിത് കണക്റ്റഡ് ആയത്. യു നോ വൈ മാം? ഞാനത് മാമിൻ്റെ കൈ തരാം. ഓക്കെ, അതിനകത്ത് ചില ഡിജിറ്റ്സ് ഉണ്ടാവും. അവിടെ അല്ല മാം, ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ഡിജിറ്റ്സ് ഉണ്ടാവും. ആൻഡ് യു നീഡ് ടു സീ ദിസ് ആക്ച്വലി. ഈ ഡിജിറ്റ്സ് വായിക്കാണെന്നുണ്ടെങ്കിൽ മാം ഓരോന്നായിട്ട് വായിക്കാവോ പ്ലീസ്? 08. 08. 09. 09. 18. 18. 20. 20. 21. 21. 07. And finally it is 07. These are the 6 digits set by yourself. നിങ്ങൾ പറഞ്ഞ 6 digits. And exactly, if time travel possible അല്ലെന്നുണ്ടെങ്കിൽ how do you explain this? Allah. Just ഒരൊറ്റ ഒരെണ്ണം ഉണ്ടായിരുന്നത്. Just one, nothing else. But still, ഇത്രയും നമ്പേഴ്സിന്റെ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ അറ്റ് ഓൾ, റൈറ്റ്? ബിക്കോസ് ഈ കോമ്പിനേഷൻസ് exactly. It's not about the orders. Exactly. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഡിജിറ്റ് മാറ്റിയിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കി, it wouldn't be possible, right? And I will also show it to the camera so that audience ന് പിന്നീട് confusion ആവാണ്ടിരിക്കാൻ. You can clearly see that these are the 6 digits. Exactly, clear ആയിട്ട് അവർ പറഞ്ഞ 6 numbers ആണ്. ഈ 6 numbers ഉള്ള കാര്യം. And ma'am, think about the impossibility. എനിക്ക് ഒരു നമ്പരും വരണുണ്ടായിരുന്നില്ല ചോദിക്കുന്നതിനും വരെ. പിന്നെ പെട്ടെന്ന് അങ്ങനെ 7 പറഞ്ഞതാ. 21 ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചില്ല, പക്ഷെ മാറ്റാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മ സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കും അമ്മ. ശരി, സമ്മതിച്ചു തോറ്റു. എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ തോറ്റത് ആരാന്നറിയാവോ? ഇതിൽ ശരിക്കും തോറ്റത് ഞാനാണ്. ഇവിടെ നിങ്ങൾ ജയിച്ചത് കൊണ്ടാണ് ഇത് കറക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആയത്. ആലോചിച്ച് നോക്കിയാൽ ഇത് തെറ്റിപ്പോയിരുന്നെങ്കിൽ ഇവിടെ ശരിക്കും ആരാ തോക്കുക? നിങ്ങളല്ല തോക്കുക. നൗ നിങ്ങളത് കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് നിങ്ങളാണ് ജയിച്ചത്. താങ്ക് യു സോ മച്ച് മാം. എനിക്ക് ഉറപ്പുണ്ട്, എനിക്കൊരു കാര്യം ഉറപ്പെന്താണെന്നറിയോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറയും, സി ഇവിടെ ഇരിക്കുന്നത് കൂടുതലും സീരിയൽ അല്ലെങ്കിൽ ആക്ടേഴ്സ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവൻ പറഞ്ഞതനുസരിച്ചിട്ട് ഇവർ നമ്പേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞനുസരിച്ചിട്ട് ചെയ്യായിരിക്കും. യു വിൽ നെവർ ഡു ദാറ്റ്, റൈറ്റ്?
കാരണം വെച്ചാൽ ഞാൻ ഇതിനകത്ത് ഒട്ടും വിശ്വസിക്കാത്ത ആളാണ്. എനിക്കതുകൊണ്ട് തന്നെ ഞാനതാണ് ഇങ്ങനെ ചിരിക്കണോ കരയണോ ഏത് റിയാക്ഷൻ ചിരിക്കണോ കരയണോ ദേഷ്യപ്പെടണോ അവൻ എന്താ ഇപ്പൊ ഈ സമയത്ത് എന്താ തോന്നുന്നത്? ആ റിയാക്ഷൻ ഇട്ടോളൂ. എന്താ നാച്ചുറലി തോന്നിയതായിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനപ്പുറം എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ തെറ്റിക്കാൻ വേണ്ടി 21 പറഞ്ഞു. ഈ നമ്പർ 21 പറഞ്ഞത് ഞാൻ ആൻഡ് യു നോ വാട്ട്, ഐ തിങ്ക് ഇനി ഈ ഒരു ലൗട്ടർ ഞാൻ എന്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മീനിങ് ഇല്ല. ദിസ് ഈസ് ഫോർ യു ബിക്കോസ് ആസ് എ ഗിഫ്റ്റ്, ആസ് എ ഈ നമ്പറിൽ ലോട്ടറി എടുക്കണം.